ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ ഡി മണിയുടെ മൊഴി SIT രേഖപ്പെടുത്തി. ഇയാളുടെ യഥാർത്ഥ പേര് മറ്റൊന്നാണെന്ന് SIT. രാഹുൽ ജി നാഥുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുലിന് ക്രിസ്മസ് ആശംസകളും നേരുന്നു കേട്ടോ. ഈ ഡി മണി എന്നത് ദാവൂദ് മണി എന്നാണ്, പക്ഷേ യഥാർത്ഥ പേര് മറ്റൊന്നാണെന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഈ ഡി മണിയെ കണ്ടെത്തിയത്? മൊഴി എടുത്തത് എങ്ങനെ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോദി, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായി ഡി മണിയെ പറ്റി ഇന്നലെ മുതൽ രമേശ് ചെന്നിത്തലയും ഒപ്പം വിദേശ വ്യവസായിയും ഒക്കെ നിരന്തരം ഇത്തരത്തിൽ സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലയും പറഞ്ഞു വിദേശ ബന്ധങ്ങളുള്ള ഒരു കേസാണ്, അതുകൊണ്ട് തന്നെ SITയുടെ ഇപ്പോഴത്തെ അന്വേഷണം അത് മന്ദഗതിയിൽ പോവുകയാണ്, സർക്കാർ ഇടപെടൽ ഉണ്ടാക്കുകയാണ്, CBI അന്വേഷിക്കണം, കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡി മണി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അത് കണ്ടെത്തേണ്ടത് SIT ആണ് എന്ന മറുപടിയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന SIT അത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ആ സൂചന നൽകിയ ഘട്ടത്തിൽ തന്നെ ചെന്നൈ കേന്ദ്രീകരിച്ച് SITയുടെ ഒരു സംഘം ഡി മണിയെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, മൊഴിയെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഡി മണി എന്ന പേര് സൂചിപ്പിച്ചതുപോലെ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഡി മണി എന്നത് വിളിപ്പേര് മാത്രമാണെന്നാണ് SIT പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥ പേര് എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുന്നു. ഒപ്പം ഈ സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് ഡി മണിക്ക് പങ്കുണ്ടോ എന്നത് ചോദ്യം ചെയ്യലിലൂടെ തിരിച്ചറിയുക എന്നാണ് SIT തീരുമാനിച്ചിരുന്നത്. നിലവിൽ എന്തായാലും അറസ്റ്റിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുന്നില്ല. അപ്പോൾ അതിന് പ്രാഥമികമായൊരു ചോദ്യം ചെയ്യലാണ് നടന്നിട്ടുള്ളത്. ഈ വിദേശ വ്യാപാരിയാകട്ടെ രമേശ് ചെന്നിത്തലയാകട്ടെ വലിയ ആരോപണങ്ങളാണ് ഡി മണിക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ഈ ഡി മണി എന്നത് വിഗ്രഹ വ്യാപാരിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ക്രയവിക്രയങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ടെന്നും അതിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും വിദേശ വ്യാപാരി SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും ചോദ്യം ചെയ്തിട്ടുള്ളത്. നേരിട്ട് ഡി മണിക്ക് പങ്കുണ്ടോ എന്നുള്ളത് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് പങ്കുണ്ടെങ്കിൽ അത് അറസ്റ്റിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കും എന്നുള്ളത് ഉറപ്പാണ്. നേരിട്ടാണെങ്കിലും അല്ലെങ്കിലും പങ്കുണ്ട് എങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ അന്വേഷണം നീളേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ അന്വേഷണം പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാനാവുന്നത്. നിലവിലെന്തായാലും ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തി ആരൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവർ ഉന്നയിക്കുന്ന സംശയങ്ങളെല്ലാം അത് കൃത്യമായ രീതിയിൽ പരിഹരിച്ചു പോകണം എന്ന ഒരു രീതിയിലാണ് SIT മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളോടും ഒപ്പം മൊഴി നൽകാനായി SITയുടെ മുന്നിലെത്തിയപ്പോൾ പറഞ്ഞ പേരുകൾ ഉൾപ്പെടെയുള്ള ഒരു പേരാണ് ഡി മണി. ആ പേരിലേക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അല്ലെങ്കിൽ ആ ഡി മണി എന്ന ആൾ, ആ ഡി മണി എന്ന വിളിപ്പേരാണ്, എന്താണ് യഥാർത്ഥ പേര്, വിളിപ്പേരെന്നാണ് SIT ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഡി മണിക്ക് എത്തരത്തിലാണ് ഇപ്പോൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്ന് പരിശോധിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ വിദേശ വ്യാപാരിയുടെ മൊഴി അല്പം കൂടി കടന്നതാണ്, അതായത് നേരിട്ട് ഇത്തരത്തിൽ ബന്ധപ്പെട്ടതായി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതെല്ലാം ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു, നേരിട്ടെത്തി ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടർന്നും ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് 2 പേർ മാത്രമാണ് സൂചന നൽകിയിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ SITക്ക് ചോദിക്കാൻ കഴിഞ്ഞിരിക്കും. കാരണം മറ്റ് ആരോപണങ്ങളില്ല, അതുമായി ബന്ധപ്പെട്ട് മറ്റ് അന്വേഷണങ്ങൾ, മറ്റ് തെളിവുകളെല്ലാം SIT ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. എന്തായാലും ഈ പറഞ്ഞു കേൾക്കുന്ന കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയായിരുന്ന ഡി മണിയെ SITക്ക് കണ്ടെത്താനായി, ചോദ്യം ചെയ്യാനായി എന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. ശരി.